ഹോ ഹോ ഹോ, എന്നാ പറ, എനിക്കിവിടെ ചിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, നട്ടപ്പാതിരക്ക് എവിടെയെങ്കിലും മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ദേ, കടല് കാണാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇതിന് വട്ടെന്നല്ലാതെ വേറെ എന്തു പറയും? മറ്റൊരു പേരുണ്ട്, പ്രാന്ത്. ഈ ചില സമയത്തെ എനിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. ആ സമയത്ത് ആ ഇഷ്ടം കൂടി 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 പ്രാന്തായിട്ട് മാറുമെന്ന് തോന്നും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവരണേ. ഇപ്പൊ മനസ്സിലായ? അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, വയലന്റ് ആവൊന്നുമില്ലല്ലോ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ ആവാനും സാധ്യതയുണ്ട്. ഇനിയിപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് കണ്ണി നോക്കിന്നാ മതി. സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ അച്ഛനാ, എന്നിട്ടിപ്പോഴും കോളേജ് കുമാരനാവാനാ മോഹം. അല്ല, അങ്ങനെ വേണേ പറയാലോ. ഇവിടെ ജീവിതത്തിൽ ഒന്നും ആവാത്തവർക്ക് ഇതൊക്കെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാ. ഞാനിത് മനസ്സെറിഞ്ഞ് ആസ്വദിക്കുക. ഒപ്പം നമ്മള് നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിന്റെ പകുതി ഭാഗവും ഒരു വേദനയോടെ ഓർക്കും ചെയ്യാം. അതില് ഞാൻ വിഷ്ണുവേട്ടനെ മാത്രം കുറ്റം പറയില്ല. എന്റെ ഭാഗത്തു നിന്നും കുറെ അധികം തെറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്നിച്ചു കഴിയേണ്ട പല സന്ദർഭങ്ങളിലും ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയവരാ നമ്മള്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഉണ്ടായോ? അതുമില്ല. അവസാനം ഇപ്പൊ ആരുണ്ട്? നമുക്ക് നമ്മള് മാത്രം. ഒപ്പം മനസ്സുകൊണ്ട് നമ്മുടെ 2 മക്കളും. അതെ, ഒരാളുടെ കാര്യത്തിൽ താൻ ഇനിയും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ സത്യം മാത്രമേ നമ്മോടൊപ്പം വന്നിട്ടുള്ളൂ. പപ്പിയും വരും, പക്ഷെ ഉടനെ വേണ്ട. സത്യമ്മ സത്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ചു നാളുകൂടി ഇങ്ങനെ പോവേണ്ടി വരും. അത് കഴിഞ്ഞ് എല്ലാം കലങ്ങി തെളിയും. ഞാനും എന്റെ വിഷ്ണുവേട്ടനും പിന്നെ നമ്മുടെ 2 മക്കളും സന്തോഷത്തോടെ ഒന്നിച്ചങ്ങ് ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് നടന്നാലോ? എന്താ, നടന്നാലേ റൊമാൻസ് വരും? അതല്ല, തന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഈ അലറി എടുക്കുന്ന തിരമാലകളോടെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഈ തെളിഞ്ഞ നിലാവിന്റെ മനോഹാരിതയിൽ നടക്കാനൊരു കൊതി. ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താര എന്ന ഈ തരല്ല ശാലിനി എന്ന ഈ സുന്ദരി പെണ്ണിനെ വിഷ്ണു എന്ന ഈ പോക്കിരി സ്വന്തമാക്കിയിരിക്കും. ഈ സ്വന്തമാക്കും എന്ന് പറയുന്നതല്ലാതെ നമ്മൾ എന്നാ വിഷ്ണുവേട്ട ശരിക്കും സ്വന്തമാവുന്നേ? എടോ, എനിക്ക് തോന്നുന്നതേ ഈ ദൈവത്തിന് ഭയങ്കര അസൂയ. അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്തുവോ? അതേ, നമുക്കിങ്ങനെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ചിലർക്കൊന്നും അങ്ങനെ ഒരു ഭാഗ്യം പോലും കിട്ടുന്നില്ല. ശരിയാ. എന്റെ ശാരികയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഓർക്കുമ്പോ ഒക്കെ സങ്കടാ. രാജീവ് സാറ് ഇപ്പൊ US എവിടെയോ. ചേച്ചി പ്രഗ്നന്റ് ആയതാ. കൊച്ചിനെ വരെ രാജീവേട്ടന്റെ അമ്മയും അമ്മാവനും കൂടി ഇല്ലാതാക്കി. എന്റെ ചേച്ചിയെ ഭ്രാന്തിയാക്കി. അതെ, മറ്റുള്ളവര് ദുഃഖവും പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയാനല്ല പാതിരാത്രി ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന്. ശരി, സമ്മതിച്ചു. നമ്മൾ ഇനി എങ്ങോട്ടാ പോകാനാണ് ആ സ്ഥലമില്ലാത്ത? എടോ, ഇന്നത്തെ രാത്രി നമുക്ക് മാത്രമുള്ളതല്ലേ? നമുക്ക് മാത്രം.
വാ. ആ ദോശ ഉണ്ട് കേട്ടാ ചേട്ടാ. ദോശ ഓംലെറ്റ് രണ്ടുപേർക്കും വേണോ? എടുത്തോളൂ. ആ അല്ല പുള്ളി ആദ്യം ഒരു പ്ലേറ്റ് വേണമെന്ന് ചോദിച്ചേ. അതെന്തൊരു അർത്ഥം വെച്ചിട്ടില്ലേ എന്നൊരു തോന്നല്. അതേ ആരും കാണണ്ട കളക്ടർ രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ കറങ്ങി കിടന്ന് തട്ടുവശം കഴിച്ച് കിടക്കണത്. അയ്യോ ഒരു ഷോളിനായിരുന്നു തലയിലിടായിരുന്നല്ലേ. ഈ പദവിയിലും എനിക്ക് വലുതേ ദേ ഈ തോളിൽ ഇങ്ങനെ തല ചായച്ച് ഈ സുരക്ഷിതത്വത്തിൽ ഇങ്ങനെ ഇരിക്കാന്. കൈയെടുക്ക് ആ ചേട്ടൻ ശ്രദ്ധിച്ച്. അല്ല അതിനൊന്നുമില്ല. നല്ലൊരു ചേട്ടാ ഒരെണ്ണോടി വേണേ. ആ ഇപ്പൊ കൊണ്ടുവരാം. ആ അപ്പൊ എനിക്ക് ഒരാൾ നോക്കുന്നുട്ടോ. ദാ. നിർത്തോടി.